സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. ആയിരം ആയിരം വിശുദ്ധരുമായി കാന്തനാം കർത്താവു വന്നിടുമേ, ആർത്തിയോടവനായി കാത്തിടാമേ, ആർത്തിയോടവനായി കാത്തിടാമേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും, ആമേൻ ഹല്ലേലൂയ കർത്താവേ, ആരോഗ്യത്തോടും സമാധാനത്തോടും ആയിരിക്കാനും എൻ്റെ സ്വർഗം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ കുടുംബത്തെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന അപ്പൻ്റെ പാദപീഠത്തിലോട്ട് അടിയാറ്റി തൻ്റെ മക്കളെ ചേർത്ത് വയ്ക്കുകയാണ് കർത്താവേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയിട്ടത് നിശ്ചയമാ. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിലേക്ക് ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാ കർത്താവേ. ഇന്നും കേൾപ്പാൻ കഴിയാതെ വണ്ണം ആ കാത് മന്ദമായിട്ടില്ലല്ലോ, സഹായിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറുതല്ലല്ലോ കർത്താവേ. ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തനായ കർത്താവേ, നല്ലവനായ അപ്പാ, അങ്ങ് ഞങ്ങളോട് കൂടെയുള്ള ദൈവമാകിയാൽ സ്തോത്രപ്പ. ഞങ്ങളുടെ കുടുംബത്തെയും ചേർത്ത് വയ്ക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, ആമേൻ തന്നിരിക്കുന്ന കൊച്ചു തലമുറ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, തവ ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. എല്ലാം അവിടുത്തെ ദാനമാണ്. നന്ദി നന്ദി കർത്താവ്. ഇന്ന് വരെ ഞങ്ങളെ കരുതി അവിടുന്ന് സ്തോത്രം. വീണ്ടും കരുതുന്ന ദൈവം അവിടുന്ന് ആകയാൽ പൊന്നുപാദപീഠത്തിൽ ഞങ്ങളെ സമസ്തമായി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോണേ, അനുഗ്രഹിച്ച് സഹായിക്കണമേ, ബുദ്ധിജ്ഞാനം കൊടുക്കണമേ. അപ്പൻ്റെ കുഞ്ഞുങ്ങളായി വളർന്നു വരാൻ സഹായിച്ചാട്ട് ശത്രു കാണാതെ വണ്ണം മറയ്ക്കണം. യേശുവായ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. സമയം കർത്താവേ, ആമേൻ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ, അവരെ അനുഗ്രഹിക്കണമേ അപ്പാ. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ജയം തന്ന ഞങ്ങൾ മാനിച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഇന്നുവരെയും അനുഗ്രഹിച്ച് ജയത്തോടെ നടത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വീണ്ടും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാലോചന അപ്പച്ചൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, ആരോഗ്യം ബലവും കൊടുത്ത് നന്മ കൊടുത്ത് നിറയ്ക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത മക്കൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ. അവരുടെ പ്രശ്നത്തിന് അവർ സ്വർഗമിറങ്ങി പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവ് ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെയും സമർപ്പിക്കുന്ന തക്ക തുണി ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, സ്വർഗവരെ സഹായിക്കണം. പ്രത്യേകിച്ച് വിവാഹം നടക്കണമെന്ന പൈതങ്ങൾ ഈ ദിവസങ്ങളിലുണ്ട്. വിവാഹമൊക്കെയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കട്ടെ കർത്താവേ, സ്തോത്രം. പ്രകൃതിയൊക്കെ അനുകൂലമാക്കി നൽകണമേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങനെ ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, തനിയെ പോകുന്ന കുഞ്ഞുങ്ങളാപ്പാ, ആമേൻ. കുഞ്ഞുങ്ങളുടെ ഭീതിയും ഭാരമൊക്കെ എടുത്തു മാറ്റണമേ. സമാധാനത്തോടെ യാത്ര ചെയ്യണം, നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരണം. അവരുടെ കാര്യാദികളെ ക്രമപ്പെടുത്തുമാറാകണം. സന്തോഷത്തോടെ മടങ്ങി വരുവോളം കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ നൽകി അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ അപ്പാ. ശത്രു കാണാതെ സൂക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിലും മേലും കർത്താപ്പച്ചൻ്റെ കരം വേണമപ്പാ. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. കഷ്ടനഷ്ടം കൂടാതെ സ്വർഗം സൂക്ഷിക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. സ്വർഗീയ സമാധാനത്താൽ എല്ലാ മക്കളെയും നിറച്ചാട്ട് കർത്താവേ. പിതാവേ, സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഉപജനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണമേ അപ്പാ. വിശയടിച്ച് ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. മനസ്സലിവും കരുണയും കാണിക്കണമേ അപ്പാ. കുറവുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ കർത്താവേ. ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുകയാ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലതൊട്ട് വചനമാ. അപ്പച്ചനിൽ ആശ്രയിച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ചുവാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാ. ദൈവമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അറിയുവാൻ തക്കണം ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി വെളിപ്പെട്ടേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ് ഈ സമയം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം കൊടുത്ത് ഓരോ മക്കളെയും മുൻപോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അപ്പാ നീ മാനസാന്തരം നൽകുവാൻ മനസ്സലിവുള്ള ദൈവമാരും നഷ്ടപ്പെട്ടു പോകുന്നവർ ഇഷ്ടപ്പെടുന്ന ദൈവമല്ലല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ മാനസാന്തരം നൽകണമേ കർത്താവേ. ഈ ലഹരിയിൽ നിന്നൊക്കെയും പൂർണ്ണമായും മോചിതരാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും പ്രാവശ്യങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആപത്തനത്തിന് എല്ലാ മക്കളെയും വിടുവിച്ച് കാത്തോണേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ദൈവ ഭയത്തിൽ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. ഈ സമയം കർത്താവേ, സ്തോത്രം സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് ഓരോരുത്തരെയും നിറച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ പൊടി പൈതങ്ങളെല്ലാം വളർത്തി തന്നെ ബാലപീഠം എല്ലാവരെയും വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ ഭവനം പരിസരത്താൽ മുദ്രയിടുമാറാകണം. ദുഷ്ടപിശാച് കാണാതെ മറയ്ക്കുമാറാകണം. ദൈവമായ കർത്താവ് ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകം സമർപ്പിക്കുകയാ. ആമനടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യമായിക്കണമേ. ഗിലിയാദിലെ സുഗന്ധ കുഴമ്പമായി കടന്നു ചെല്ലണമേ. ഉച്ചി മുതൽ പാദം വരെ തലോടുമാറാകണമേ. ഒരു തുള്ളി രക്തം കാൽവരി ക്രൂശിലേത് കുത്തിവയ്ക്കുമാറാകണമേ. സകല രോഗാണുക്കളെയും നിർജീവമാക്കുമാറാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പണിരാൽ സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് ഓരോ മക്കളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മഴയുടെ കടുതിലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം അപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, പകർച്ചബാധകളിൽ നിന്നെല്ലാവരും വിടുവിച്ചാട്ട്. പനിയാല ചുമയാല ശ്വാസതടസ്സത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സൗഖ്യമാക്കുന്ന കരവുമായി കടന്നു വരണമേ അപ്പാ. നിൻ്റെ കരമെന്ന് തൊടുമാറാകണം. ഓരോ ജീവിതങ്ങളെയും തൊട്ട് സൗഖ്യപ്പെടുത്തണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ഇറങ്ങണമേ. സൗഖ്യം പ്രാപിച്ച് കർത്താവിൻ്റെ മഹത്വപ്പെടുത്താൻ എല്ലാ മക്കളെയും സഹായിച്ചാട്ട്. ദൂരത്തും ചാർത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ടോ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് സഹായിച്ചാട്ട് കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ കാര്യം ചേർത്ത് പിടിക്കണം. അങ്ങയുടെ പാദപീഠം കടന്നു വരുന്നവർ ഒരു നാളിൽ ലജ്ജിച്ച് പറഞ്ഞ് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണം. സമാധാനത്തിനും സൗഖ്യത്തിനും സൂക്ഷിക്കണം. ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് തൻ്റെ മക്കളെ മാനിക്കുമാറാകണം. പൊന്നുകരം നീട്ടുമാറാകണം. കടഭാരത്തിൽ നിന്ന് ഭാരപ്പെടുന്ന ജീവിതങ്ങളെ വിടുവിക്കുമാറാകണം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണം. ഭവനം പണിയുന്ന മക്കളുടെ അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കുമാറാകണം. സ്വർഗീയ നന്മകളാൽ ഓരോരുത്തരെയും നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.